എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇൻഡിഗോ വെച്ചിട്ടുള്ള നല്ലൊരു ഹെയർ ഡൈ പാക്കാണ്. അപ്പോൾ ഇൻഡിഗോ പലർക്കും ഒരു അലർജി പ്രശ്നം തന്നെയാണ് അല്ലേ? മിക്കവർക്കും, എല്ലാവർക്കും ഇല്ല, മിക്കവർക്കും അലർജി ഉള്ളത് കൊണ്ടാണ് മിക്കവരും ചെയ്യാൻ മടിക്കുന്നത്. എന്നാൽ ഈ അലർജി ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ട്. ശരിയായ ഒരു മെത്തേഡല്ല നമ്മൾ ഈ ഇൻഡിഗോയിൽ ചേർക്കുന്നത്. അപ്പോൾ ആ ചേരുവകളുടെ വ്യത്യാസം അല്ലെങ്കിൽ ചേരുവകളുടെ പ്രശ്നങ്ങളാണ് നമ്മൾക്ക് പലർക്കും ഈ അലർജി ഉണ്ടാവാൻ പ്രധാന കാരണമാകുന്നുണ്ട്. ഇൻഡിഗോ നമ്മൾ സാധാരണ ഒരു ഹെയർ പാക്കായിട്ട് കാണാൻ പാടില്ല. കാരണം ഇൻഡിഗോയിൽ ചേർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചേർക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുമുണ്ട്. ചേർക്കാൻ പാടില്ലാത്ത കൂട്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അലർജി പ്രശ്നം വരാറുണ്ട്. അത് ഇൻഡിഗോ എന്നല്ല, മറ്റുള്ള ഏത് ഹെയർ ഡൈ പാക്കിലായാലും നമുക്ക് ഒരു സാധനത്തിൽ ചേർക്കാൻ പാടില്ലാത്ത ഒരു സാധനം നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് ദോഷഫലങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇൻഡിഗോ പോലുള്ള ഹെയർ ഡൈകൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ ചേർക്കേണ്ട സാധനങ്ങൾ മാത്രം ചേർക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ മാസം ഞാനിതുപോലെ ഒരു ഹെയർ പാക്ക് ഞാൻ തയ്യാറാക്കി ഞാൻ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ ഈ ഒരു പാക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് ചൊറിച്ചിൽ എനിക്ക് സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിനെക്കുറിച്ച് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് പഠിച്ചു. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഇൻഡിഗോ ചെയ്യുമ്പോൾ ഇതുപോലുള്ള അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന്. അപ്പം ഞാൻ കുറേ വൈദ്യന്മാരോടൊക്കെ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാം പറഞ്ഞതിനുള്ള കാരണം ശരിയായ മെത്തേഡല്ല പലരും ഈ ഇൻഡിഗോയിൽ ചേർക്കുന്നത്. അപ്പോൾ ശരിയായ ഒരു പാക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, മെത്തേഡ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഈ ഇൻഡിഗോ ഹെയർ ഡൈയിൽ ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്ക് ശരിയായ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ നമുക്ക് തയ്യാറാക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരു അലർജിയുടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വീഡിയോയിലേക്ക് പോയി എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഹെയർ ഞാൻ ഹെന്ന തേക്കുന്നതിന് മുമ്പും നമ്മുടെ ഇൻഡിഗോ ഹെയർ ഡൈ തേക്കുന്നതിന് മുമ്പുള്ള എൻ്റെ ഹെയറാണിത്. നേരത്തെ ചെയ്തിട്ടുള്ള ഡൈയുടെ കളറൊന്നും മാറിയിട്ടില്ല. പുതുതായിട്ട് വന്നിട്ടുള്ള ഹെയറാണ് നരയായിട്ട് കാണുന്നത്. ഇത് ഞാൻ ഇൻഡിഗോ ഹെയർ ഡൈ പുരട്ടിയതിന് ശേഷമുള്ള എൻ്റെ മുടിയാണ്. അപ്പം നന്നായിട്ട് തന്നെ കറുപ്പ് പിടിച്ചിട്ടുണ്ട്. ഒരലർജിയോ അങ്ങനെയുള്ള ചൊറിച്ചിലോ അസ്വസ്ഥതകളോ ഒന്നുമില്ല. നന്നായിട്ട് തന്നെ മുടിയിൽ കറുപ്പ് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് രണ്ട് കിച്ചൺ ടിപ്സ് കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മളെല്ലാവരും ബീറ്റ്റൂട്ടൊക്കെ തോരൻ വെക്കാനായിട്ട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് അല്ലേ? ഇനി മുതൽ നമുക്ക് അങ്ങനെ അരിയേണ്ട ഒരാവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ബീറ്റ്റൂട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഒരേ വലിപ്പത്തിലായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഒരേ വലിപ്പത്തിലല്ല മുറിച്ചെടുക്കുന്നതെങ്കിൽ പകുതി അങ്ങനെ മുഴുവനായിട്ട് കിടക്കും. ഒരേ വലിപ്പത്തിലാണെങ്കിൽ ഒരൊറ്റ കറക്ക് മാത്രം കറക്കിയാൽ മതി. എല്ലാം ഒരേപോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് കാണിക്കാം. മിക്കവർക്കും അറിയായിരിക്കും. നമുക്ക് പച്ചക്കറികളെല്ലാം ഇതുപോലെ തോരൻ വയ്ക്കാനുള്ള പച്ചക്കറികളെല്ലാം ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് അരിഞ്ഞ് നമ്മുടെ കൈയൊന്നും മുറിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഈ മിക്സിയുടെ ഈ ഒരു കൊച്ചു ജാറിൽ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം നമുക്കിതുപോലെ ക്രഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്ത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കുറേശ്ശെ വേണം നമ്മളിതിൽ മിക്സിയിൽ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒരുപാട് ഇട്ട് കൊടുത്താൽ കുഴഞ്ഞിരിക്കും, ഒരുപാട് അരഞ്ഞു പോകും. അപ്പോൾ ഇതാ നമ്മൾ തോരനുള്ള കറക്റ്റ് പാകത്തിനായിട്ട് ഇതെല്ലാം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് എടുത്തു കഴിഞ്ഞ് നമുക്ക് എത്ര സമയം ലാഭിക്കാനായിട്ട് പറ്റുമെന്നറിയോ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. എല്ലാ വീട്ടുപണികളും ഇതുപോലുള്ള ഐഡിയകളൊക്കെ നമുക്കുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോയുടെയൊക്കെ തൊലി കളയാനായിട്ട് ചിലർ ആവിയിലൊക്കെ ഇതുപോലെ വെക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ വെറുതെ വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കൈയൊന്നും പൊള്ളേണ്ട ഒരു ആവശ്യമില്ല.
സ്റ്റൗ കത്തിച്ച് നല്ല ഫ്ലെയിമിൽ തന്നെ ഇതുപോലൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. നമ്മുടെ ആ ഒരു ടൊമാറ്റോയുടെ തൊലിയെല്ലാം നന്നായിട്ട് ചുളിഞ്ഞ് വരും. അപ്പം നമുക്കത് പെട്ടെന്ന് കളയാനും സാധിക്കും. അപ്പം മിക്കവർക്കും അറിയാവുന്നതാണ് ഈ ഒരു ടിപ്സ്. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയൊന്ന് ചെയ്ത് കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കളഞ്ഞാൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്സ്, നമ്മുടെ മൊബൈലിൽ എപ്പോഴും പിള്ളേരോ അല്ലെങ്കിൽ വേറെ നമ്മൾ തന്നെയാണെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ മൊബൈലിൻ്റെ ഡിസ്പ്ലേയിലൊക്കെ പാടുകൾ എപ്പോഴും വരാറുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ പാടുകളും അങ്ങനെയുള്ളതൊക്കെ പൊടികളൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ടാൽക്കം പൗഡർ ഉണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേയുടെ മേളിൽ ഇതുപോലെ ഒന്ന് കുറച്ച് ഇട്ടതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതുപോലെ തുടച്ചെടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ ഡിസ്പ്ലേ നല്ല ക്ലീൻ ആവുകയും ചെയ്യും, നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം മൊബൈലിൻ്റെ ഡിസ്പ്ലേയുടെ ചെളി അല്ലെങ്കിൽ പൊടി ഇതൊക്കെ കളയാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ഇൻഡിഗോ ഹെയർ ഡൈ പാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. അത് നല്ല തുരുമ്പുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ആണി കൂടി ഇട്ട് കൊടുക്കുന്നത് ഏറെ നല്ലതാണ്. അത് തുരുമ്പുള്ള ആണിയായിരിക്കണം. അതുകൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കുക, ഇത് ഞാൻ ഹെന്ന പാക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്, ഇൻഡിഗോയുടെ പാക്കല്ല. ആദ്യമേ തന്നെ ഹെന്ന പാക്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിനാണ് ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയും 2 ആണിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ല പ്യുവറായിട്ടുള്ള ഹെന്ന പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നല്ല പ്യുവറാണ്, ഏറ്റവും നല്ലത്, നല്ല ഫലം കിട്ടുന്നത് പ്യുവറായിട്ടുള്ള ഹെന്ന പാക്കാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയാണ് അടുത്തത് ഞാൻ ചേർക്കുന്നത്. നെല്ലിക്ക ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ച് ഉണക്കി പൊടിച്ച് എടുത്തതാണ്. ഇതാണ് ഞാൻ നെല്ലിക്ക ഉണക്കിയത്. ഇത് നന്നായിട്ട് തന്നെ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതും ഒരു 2 സ്പൂണ് ഇത് ഈ ഹെന്ന പൗഡറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറൊരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലേക്ക് ചായപ്പൊടി അല്ലെ കാപ്പിപ്പൊടി, കാപ്പി ചായ അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ആകെ ചേർക്കുന്നത് ഹെന്നപ്പൊടി, നെല്ലിക്കാപ്പൊടി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് നമ്മൾ ചേർക്കുന്നത്. കാരണം ഇത് ഇൻഡിഗോ ഹെയർ ഡൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്, നമ്മൾ തലയിൽ തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുൻപ് നമ്മൾ ചെയ്യുന്നതിനും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു ഹെയർ ഡൈ പാക്ക് അലർജി ഉള്ളവർക്ക് അല്ലെങ്കിൽ അലർജി ഉണ്ടാകുമോ എന്ന് ഒരു ടെസ്റ്റും കൂടി ചെയ്യാനുള്ളതും കൂടിയാണ് ഞാനത് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻഡിഗോ നിങ്ങൾ ഡൈ ചെയ്യുമ്പോൾ എങ്കിൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ ഒരു ഉറപ്പായ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിതിലേക്ക് ഒരു 1.5 സ്പൂൺ തൈര് കൂടി ചേർത്തിട്ടുണ്ട്. 1.5 or 2 സ്പൂൺ തൈര് ചേർക്കാം. അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളമാണ് ഞാനതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുന്നത്. അല്ലാതെ ചായയോ കാപ്പിയോ അങ്ങനെയുള്ള വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ചെറു ചൂടുവെള്ളം ചേർത്ത് നമ്മളിത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെടുത്താലാണ് നമുക്ക് അലർജി ഒന്നും ഉണ്ടാവാതിരിക്കുള്ളൂ ഇൻഡിഗോ ചെയ്യുമ്പോൾ. ഇൻഡിഗോ ചെയ്യുമ്പോഴും അതിലും ഇതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു അലർജിയുടെ പ്രശ്നം ഉണ്ടാകില്ല. അത് മാത്രമല്ല, നമുക്ക് അലർജി ഉണ്ടോ, ഇങ്ങനെ ചെയ്തിട്ടും അലർജി ഉണ്ടോ എന്നുള്ളൊരു ടെസ്റ്റും കൂടിയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മുടെ ഹെന്നയുടെ പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഒരു 8 മണിക്കൂറാണ് നമുക്കിത് മാറ്റി വയ്ക്കേണ്ടത്. അതായത് രാത്രി തന്നെ ഇതുപോലെ കലക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആവുമ്പം ഇത് തലയിൽ നന്നായിട്ട് തേച്ച് 1 മണിക്കൂർ വെച്ചാൽ മാത്രം മതി. മുടിയിൽ ഫുള്ള് നമ്മൾ തേച്ചതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക. 1 അവർ മാത്രം നിങ്ങൾ വെച്ചാൽ മതി. അതിന് ശേഷം സാധാരണ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക. ഷാമ്പു ഒന്നും തേക്കരുത്, സാധാ വെള്ളത്തിൽ കഴുകിയെടുത്താൽ മാത്രം മതി. അതിന് ശേഷം മുടി നല്ല പോലെ ഒന്ന് ഉണക്കിയെടുക്കണം.
കാരണം ഹെന്ന ഒരു ബേസ് കോട്ട് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് സ്കാൾപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഡയറക്റ്റ് ഇൻഡിഗോ അലർജി ഒരു 90% അല്ലെങ്കിൽ 95% കുറയുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ഇൻഡിഗോ പാക്കാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഒരു സ്റ്റീലിൻ്റെ ബൗൾ എടുക്കുക. ഒരിക്കലും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വേറെ ഇരുമ്പിൻ്റെയോ പാത്രം ഉപയോഗിക്കാൻ പാടില്ല. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുപോലുള്ള പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒരിക്കലും ഇൻഡിഗോ നിങ്ങൾ ഹെയർ ഡൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇതുപോലുള്ള ഒരു സ്റ്റീലിൻ്റെ ബൗളിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇതിനുപയോഗിക്കുന്ന സ്പൂണായാലും നമ്മൾ സ്റ്റീലിൻ്റെ തന്നെ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇൻഡിഗോ പൗഡറാണ് എടുക്കുന്നത്. ഇൻഡിഗോ പൗഡർ നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല പ്യുവറായിട്ടുള്ള ഇൻഡിഗോ പൗഡർ തന്നെ നോക്കി വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഇൻഡിഗോ പൗഡർ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലർക്കും അലർജി ഉണ്ടാവുന്നതിന് വേറെ ഒരു പ്രധാന കാരണം. അതുമാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും ഓരോ മണ്ടത്തരങ്ങളും അറിയാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് അറിയാത്തവർക്കെല്ലാം ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. തൽക്കാലം ഞാൻ കുറച്ച് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 1 സ്പൂൺ ഇൻഡിഗോ പൗഡർ എടുത്തൊരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കല്ലുപ്പ് പൊടിച്ചെടുത്ത ആ ഒരു പൊടിയാണ് ചേർക്കുന്നത്. ഒരിക്കലും പൊടിയുപ്പ് നിങ്ങൾ ചേർക്കരുത്. കല്ലുപ്പ് പൊടിച്ചത് ഇതുപോലെ ഒരു നുള്ള് മാത്രം നിങ്ങളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അധികമാവരുത്. ഒരു നുള്ള് കല്ലുപ്പ് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നുള്ളിൽ കൂടരുത്. നമ്മൾ പൊടി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ 2 സ്പൂൺ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പിഞ്ചിലും ഒരിത്തിരിയും കൂടി കൂടുതൽ മാത്രം നിങ്ങൾ ചേർക്കുക. ഒരുപാട് എടുക്കുക. അതുപോലെ തന്നെ തൈരാണെങ്കിലും ഒരു 2 സ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഈ ഒരു തൈരും കല്ലുപ്പ് പൊടിച്ചതും ഇൻഡിഗോയും ചേർത്ത് നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇൻഡിഗോ എടുത്തതിന് ശേഷം ഉടനെ തന്നെ അത് അടച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ ഹെന്നയിൽ ചേർത്തതുപോലെ ചെറു ചൂട് വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചൂടാവരുത്, എന്നാൽ ഒരുപാട് തണുത്തതും ആവരുത്. ഇളം ചൂട് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ മിക്സാക്കി എടുക്കുക. ചിലരൊക്കെ ഇൻഡിഗോ വരെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ മിക്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഇരുമ്പ് ചട്ടിയിൽ ഇൻഡിഗോ മിക്സ് ചെയ്യാൻ പാടില്ല. ഹെയർ ഡൈ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഇൻഡിഗോ ഇരുമ്പ് ചട്ടിയിൽ മിക്സ് ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ആയുർവേദ ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ പറഞ്ഞതാണ്. ഇതുപോലുള്ള മിസ്റ്റേക്കുകളാണ് നമുക്ക് പലർക്കും പറ്റുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ഫലം നമുക്ക് കിട്ടുന്നത്. ചൊറിച്ചിലുണ്ടാകുക, മുടി കൊഴിച്ചിലുണ്ടാകുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മളായിട്ട് തന്നെ വരുത്തി വയ്ക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം ഏതൊരു ഹെയർ ഡൈ ആണെങ്കിലും ഇതുപോലുള്ള തലയിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും ശരിക്കും അതിനെക്കുറിച്ച് ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക. സാധാരണ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈകൾക്ക് ഉപയോഗിക്കുന്നത് പോലെയല്ല ഇൻഡിഗോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് വളരെയധികം കെയർഫുള്ളായിരിക്കണം. അപ്പോൾ ഇതും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. നമ്മൾ ഈ ഇൻഡിഗോയിലേക്ക് തൈര് ചേർത്ത് കൊടുത്ത് സ്കാൾപ്പ് കൂളാക്കാനും അതുപോലെ തന്നെ ചൊറിച്ചിൽ വരാതെ നോക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കല്ലുപ്പും ഈ തൈരും കൂടി ചേർത്ത് ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തത്. അതായത് ദോശമാവിൻ്റെയും ഇഡ്ഡലി മാവിൻ്റെയും ഒക്കെ പരുവയില്ലേ, അതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഈ അലർജി ഉള്ളവരും അല്ലാത്തവരും ആദ്യമേ നമ്മുടെ പാച്ചിൽ ഇതുപോലെ ഒരല്പം എടുത്ത് ഇതുപോലെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം. നോർമൽ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക്
അല്ല ചൊറിച്ചിലോ അല്ലെങ്കിൽ നീറ്റലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക. ഇത് മറക്കരുത്. അലർജി ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഏറ്റവും നല്ലൊരു പോംവഴിയാണ് ഇതുപോലെ നമ്മൾ പാച്ചിൽ ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഇൻഡിഗോ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ഷോപ്പിലൊക്കെ പോയിട്ട് ഇൻഡിഗോ പൗഡർ വാങ്ങുമ്പോൾ PPD ഫ്രീ ഇൻഡിഗോ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പാക്കറ്റിൽ 100% പ്യുർ ഇൻഡിഗോ ഫ്രീ എന്ന് നോക്കി വാങ്ങണം. കെമിക്കൽ ഇൻഡിഗോ ആണ് കൂടുതലും അലർജി ഉണ്ടാക്കാവുന്ന മെയിൻ കാരണം എന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല ടീ, കോഫി, വാട്ടർ എന്നിവ ഇൻഡിഗോയിൽ ഒരിക്കലും ചേർക്കരുത്. അത് സ്കാൾപ്പ് ഡ്രൈ ആക്കുന്ന മെയിൻ കാരണം ഇതാണ്. ഇത് ഞാൻ പറയാൻ കാരണം ഇത് ഞാൻ ട്രൈ ചെയ്ത മെത്തേഡാണ്. നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ സ്കിൻ ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യാനായിട്ട് മറക്കരുത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഈ ഇൻഡിഗോ ഹെയർ ഡൈ ചെയ്യുന്നതിന് 24 മണിക്കൂറിന് മുമ്പ് വേണം നിങ്ങൾ ഈ പാച്ചിൽ ഇൻഡിഗോ ടെസ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം നമുക്കറിയാൻ പറ്റും എന്തെങ്കിലും നീറ്റലോ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഈ 24 hours കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ ഹെയർ ഡൈ പാക്ക് ഇൻഡിഗോയുടെ തയ്യാറാക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിൽ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരിക്കലും ഇത് വെയിറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കരുത്. 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഇൻഡിഗോയുടെ മിക്സ് തലയിൽ അപ്ലൈ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഈ 15-20 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾ 15 മിനിറ്റ് തന്നെ നോക്കുക. അതിന് ശേഷം നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ മുടിയിൽ ഈ ഒരു കറുപ്പ് നരച്ച മുടി കറുപ്പാകത്തില്ല എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം ഞാനിത് ടെസ്റ്റ് ചെയ്ത് പരീക്ഷിച്ചത് കൊണ്ടാണ് നിങ്ങളോട് ഞാനിത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ മാത്രമേ ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഹെന്ന ഇട്ട മുടിയിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാക്ക കറുപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇതുപോലെ തന്നെ ഷാമ്പു ഒന്നും ഇടാതെ ഒരു 2 ആഴ്ചയെങ്കിലും നിങ്ങൾ ഷാമ്പു ഇടാൻ പാടില്ല. അതിന് ശേഷം സാധാ വെള്ളത്തിൽ നിങ്ങൾക്ക് കഴുകിയെടുക്കാവുന്നതാണ് നിങ്ങളുടെ മുടി. ഒരിക്കലും നിങ്ങൾക്ക് ഒരു 90% ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് നിങ്ങൾക്ക് അലർജിയുടെ പ്രോബ്ലം കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഇൻഡിഗോ 2 മണിക്കൂറിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അലർജി ചാൻസ് കൂടുന്നതാണ്. ഒരു 1.5 മണിക്കൂർ മാത്രമേ നിങ്ങൾ ഈ ഒരു ഇൻഡിഗോയുടെ ഹെയർ ഡൈ പാക്ക് തലയിൽ വെക്കാൻ പാടുള്ളൂ. 1 മണിക്കൂർ തന്നെ വെച്ചാൽ മതിയാവും. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അലർജിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പ്രത്യേകമായിട്ടും വളരെയധികം കെയർഫുള്ളാകുക. ഇൻഡിഗോ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നല്ലൊരു ഹെയർ ഡൈ പാക്കല്ല തലയ്ക്ക്. പക്ഷേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി കറുപ്പായിട്ട് മാറുന്നതാണ്. നമുക്ക് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈകളൊന്നും തേക്കേണ്ട ആവശ്യം. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇൻഡിഗോ വളരെ സേഫാണ്. പക്ഷേ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള കറക്റ്റായിട്ടുള്ള മെത്തേഡ് തന്നെ നോക്കി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ഇൻഡിഗോയുടെ ഹെയർ ഡൈ പാക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ മറക്കാതെ എന്നെ അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ആകട്ടെ എന്ന്, ആർക്കും അലർജിയൊന്നും ഉണ്ടാവാതെ നന്നായിട്ട് തന്നെ നരച്ച മുടികൾ കറുപ്പായി മാറട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ.